മാനേജർ ഹൗസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് പാല തൊടുപുഴ റോഡിൽ പിഴകിന് സമീപത്താണ്. നല്ലൊരു അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. 10 സെന്റ് സ്ഥലമുണ്ട്, ഒപ്പം ഒരു 10 സെന്റ് കൂടി വേണമെങ്കിൽ കിട്ടുന്നതുമാണ്. ഒപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗമായിട്ട് തന്നെ കിടക്കുന്ന 10 സെന്റ് കൂടി വേണമെങ്കിൽ കിട്ടുന്നതാണ്. അവിടുന്ന് 2700 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ്. ചോദിക്കുന്ന വില 1,25,00,000 രൂപ നെഗോഷ്യബിൾ. RC പള്ളിയുമായിട്ട് 100 മീറ്റർ ദൂരം, കടകളുമായിട്ട് 100 മീറ്റർ ദൂരം, ഹൈവേയുമായിട്ട് 100 മീറ്റർ ദൂരം. അതുപോലെ തന്നെ പല തൊടുപുഴ ഹൈവേ ആണ് ഈ പറയുന്നത്. ഹൈവേയുമായിട്ട് 100 മീറ്റർ ദൂരത്തില് അങ്ങനെ എല്ലാ അമ്യൂണിറ്റീസും തൊട്ടടുത്ത് തന്നെയുള്ള അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങൾ ഇതാ കാണാം മാനേജർ ഹോംസ് വഴി. അപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങൾ കാണാം. ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇതാ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇത് പാല തൊടുപുഴ റൂട്ടില് ഹൈവേയിൽ നിന്നും വെറും 100 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന, വെറും 100 മീറ്ററേ ഉള്ളൂ. ഹൈവേയിലൂടെ വാഹനം ഓടുന്ന സൗണ്ട് ഈ വീട്ടിൽ നിൽക്കുമ്പം കേൾക്കാം. അങ്ങനെയുള്ള മേഖലയിൽ നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത്. ആ ഗേറ്റ് തൊട്ട് മുറ്റം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇതാണ് ഫ്രണ്ട് മുറ്റമെല്ലാം ഈ എന്താ പറയുന്നത്, യാർഡിൽ നിന്നും മേടിക്കുന്ന തരം ഒരു സൈസ് മണൽ പോലത്തെ ഒരു ചരലാണ് ഇട്ടിരിക്കുന്നത്. അത് യാർഡിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഗാർഡൻ്റെ നഴ്സറികളിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ വില എത്രയാണെന്നുള്ളത്. അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഫ്രണ്ട് മുറ്റം തൊട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആകപ്പാട് ഈ വീടിനുള്ള ബാക്കി പണി എന്ന് പറയുന്നത് കിണറിനും ചുറ്റുമതിലിനൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. അത് മാത്രമാണ് ഇനി ബാക്കി പണിയുള്ളത്. അത് ബാക്ക് സൈഡിലൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. അതുപോലെ ഈ മഴ കാരണം ബാക്കി ചുറ്റുവട്ടം പുറത്തേക്ക് പെയിന്റ് അടിക്കാൻ സാധിക്കാതെ പോയത്. വീടിന്റെ ഫ്രണ്ടിലൂടെ ഉള്ള റോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലും ബാക്ക് സൈഡിലൂടെ ഒരു റോഡുണ്ട്. അപ്പം അപ്പുറത്തെ വീടുകളിലേക്കൊക്കെ പോകുന്ന റോഡാണ്. ഈ റോഡിന് അപ്പുറത്തുള്ളത് ഇവിടെ മഠംകാരുടെ സ്ഥലമാണ്, അതായത് പള്ളിയുടെ മഠത്തിന്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊന്നും വീടുകൾ ഒരിക്കലും വരുന്നതുമല്ല. ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്കൊരു നല്ല പ്രൈവസിയും റോഡുണ്ട്. അതുപോലെ തന്നെ വേറെ വീടുകൾ വരുന്നതല്ല അങ്ങനെയുള്ളതും. പിന്നെ മാത്രവുമല്ല ഇവിടെ നല്ല ഒരു ഫ്രണ്ടിലൊക്കെ നല്ല ഒരു മുറ്റം കൂടെ വീടുകളൊക്കെ വരികയും ചെയ്യും. നമുക്ക് ഇത് നിലവിൽ 10.5 സെന്റ് സ്ഥലമാണ്. ഒരു 10 സെന്റ് കൂടി വേണമെങ്കിൽ 20 സെന്റ് സ്ഥലമായിട്ട് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. സെന്റിന് ഏകദേശം ഒരു വന്ന് കണ്ടിട്ട് നമുക്ക് വില പറയാം. അത്രയും നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയുമാണ്. വെള്ളം കയറാത്തതും എന്നാൽ കിണറിൻ്റെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നതുമായ നല്ലൊരു മേഖലയാണ്. എറണാകുളത്ത് പോയി നല്ല മോഡൽ ഗ്രാനൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് വന്നതാണെന്ന് പറയുകയായിരുന്നു. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി ഇടത്തുകൂടെ നോക്കിയിട്ടാണ് കിട്ടിയതെന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഡോറ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഡബിൾ പാളി ഡോറാണ്. ഡബിൾ പാളി ഡോറ് തേക്കിൻ തടി കൊണ്ടുള്ള ചുറ്റിലുമുള്ള ജനൽപ്പാളികൾ, ഡോറുകൾ എല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. ഇതാണ് സ്വീകരണമുറി. സ്വീകരണമുറിയിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടൊരു വീട് എന്നാണ് എനിക്ക് ഈ വീടിൻ്റെ മൊത്തത്തിൽ ഒരു ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് പണികളുടെ രീതികൾ അവിടെ നമ്മുടെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പണികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തിരിക്കുന്ന കളറുകളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാനൈറ്റും ടൈലും ഇതെല്ലാം വളരെ വളരെ നോക്കി നടന്ന് സെലക്ട് ചെയ്തെടുത്തതാണ്. നല്ല ക്യൂട്ടാണ് കാണാൻ. എനിക്ക് തോന്നുന്ന വീഡിയോയിൽ കാണുന്നതിലും ഒന്നുകൂടി ക്യൂട്ടാണ് നേരിട്ട് കാണുവാനായിട്ട് ഈ ടൈലിൻ്റെ ഡിസൈനൊക്കെ. TV യൂണിറ്റിൻ്റെ പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു ഡൈനിങ് ഹാളും അതോടൊപ്പം ഫാമിലി ലിവിങ്ങും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിപ്പമുള്ളൊരു ഹാളാണ്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നടക്കാം. ബെഡ്റൂമുകളിലെല്ലാം കബോർഡുണ്ട്. ജനൽപ്പാളികളുടെയൊക്കെ ഒരു സെറ്റിങ്സ് നോക്കിക്കോളൂ. നല്ല വലിപ്പമുള്ള ജനൽപ്പാളികൾ. ഒരു സൈഡിൽ തന്നെ 4 പാളി, അപ്പുറത്തെ സൈഡിൽ 2 പാളി. അപ്പോൾ 6 പാളി ജനലിൻ്റെ എയർ സർക്കുലേഷനാണ് നമുക്കിവിടെ കിട്ടുക. മാത്രവുമല്ല നല്ല
വെച്ചിരിക്കുന്ന തടി മുഴുവൻ ആഞ്ഞിലിയും അതുപോലെ പാളികളെല്ലാം തേക്കുമാണ്. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയിലാണ്, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ. ബെഡ്റൂമിൻ്റെ ഡോറ് ഒന്ന് നോക്കിക്കോളൂ, കാരണം ഇതെല്ലാം തേക്കിൻ തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഡ്രസ്സിങ് ഏരിയ ആണ്. ഡ്രസ്സിങ് ഏരിയയിലും ഒരു കബോർഡ് വർക്കുകളായിട്ട് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇത് നമ്മൾ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ടോയ്ലറ്റ് ഓൾറെഡി പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ കട്ടയിട്ട് തന്നെയാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റിൻ്റെ ടാങ്ക് പുറത്തോട്ട് തള്ളി നിൽക്കാതിരിക്കാൻ വലിപ്പത്തിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുക. ഇവിടെയാണ് ഫ്ലഷ് ടാങ്കിൻ്റെ സ്വിച്ചുകളെല്ലാം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടെയാണ് നമ്മുടെ ഷവർ ഏരിയ വന്നിരിക്കുക. ഷവർ ഏരിയയിലൊക്കെ ആണെങ്കിലും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, നല്ല വലിപ്പമുള്ള, അതുപോലെ തന്നെ ഏറ്റവും നല്ല മെറ്റീരിയലുകൾ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ടോയ്ലറ്റാണ്. അത് ക്ലോസറ്റ് ആവട്ടെ, വാഷ് ബേസിൻ ആവട്ടെ, പൈപ്പുകളാവട്ടെ, ഷവറാവട്ടെ, എന്തുമായിക്കോട്ടെ, എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 100% എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റും നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ഒത്തിരി വീടുകൾ കാണുകയും ഒപ്പം നമ്മൾ വീടുകൾ പണിയിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയലും കാഴ്ചയ്ക്കുള്ള ഭംഗി മാത്രമല്ല, ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ ക്വാളിറ്റി തന്നെയാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100ൽ 1000% ഉറപ്പുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണിത്. ഒരിക്കലും മേടിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നഷ്ടം എന്ന് തോന്നത്ത് പോലുമില്ല. ഇതുകൊണ്ട് ജാഗ്വാറിനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാഗ്വാറിനേക്കാളും കൂടിയ മെറ്റീരിയലുകളൊക്കെയാണ് ക്ലോസറ്റുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമുകൾ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റുകളിലെല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. 1,25,00,000 രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഹൈവേയുമായിട്ടുള്ള ദൂരം, ടൗൺഷിപ്പുമായിട്ടുള്ള, അതായത് കടകളുമായിട്ടുള്ള ദൂരം എല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലാൻഡിന് നല്ല മൂല്യമുള്ള ഒരു മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ലാൻഡിന് നല്ല മൂല്യമുള്ള ഒരു മേഖല തന്നെയാണ് നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടി കാണുന്നത്. അപ്പോൾ എല്ലാം നല്ല ഫാമിലീസ് തന്നെ താമസിക്കുന്ന നല്ല സെറ്റപ്പായിട്ടുള്ള നല്ല ഒരു വീട്. ലൊക്കേഷൻ RC പള്ളിയുമായിട്ട് ഒരു കൃത്യം 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മെയിൻ ഹൈവേയുമായിട്ടും കൃത്യം 100 മീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കടകളിലേക്ക് പോകുവാനായിട്ട് 100 മീറ്റർ ദൂരം, അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഒരു 800-900 മീറ്റർ ദൂരം. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, എല്ലാ സൗകര്യങ്ങളും 100 മീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടുകയാണ്. സൂപ്പർ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, അതുപോലെ തന്നെ ബേക്കറി, കോൾഡ് സ്റ്റോറേജ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, സ്കൂള് എന്ന സൗകര്യങ്ങളെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ഓടിയെത്താൻ പറ്റുന്ന, വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഓടിയെത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഈ ലൊക്കേഷനിൽ ഈ വീട് മേ ബി നിങ്ങൾക്കുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കൂ. ഈ വീഡിയോയോടൊപ്പം കൊടുക്കുന്ന ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിലേക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. കാണുവാൻ വരാൻ നിങ്ങൾ റെഡിയാണോ? അത് മാത്രം മതി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചൺ മൊത്തം മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല എന്താ പറയുക, മോഡുലാർ കിച്ചൻ്റെ സെറ്റപ്പിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി കിച്ചനാണ്. നല്ല കബോർഡ് വർക്കുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതുപോലെ പ്ലഗ് പോയിന്റുകളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ. ഇവിടെ കിച്ചന് സമീപത്ത് തന്നെ വർക്ക് ഏരിയ ഉണ്ട്. നമ്മൾ പുറത്തോടെ കിണറിൻ്റെ അവിടെ നിൽക്കുന്നപ്പോൾ നമ്മളൊരു സിറ്റ് ഔട്ട് കണ്ടിരുന്നു.
ആ സിറ്റ് ഔട്ടാണ് ഈ ഡോറ് തുറന്നിറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഇവിടുന്ന് എടുത്തിട്ടില്ല, പുറത്തുനിന്ന് എടുത്തത് കാരണം. അപ്പോൾ കിച്ചൺ ആണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി കിച്ചണും അടിപൊളി വർക്ക് ഏരിയ, കാരണം നല്ല സ്പേഷ്യസ് ആണ്, എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി കിച്ചണും വർക്ക് ആണ്. ഇനിയും നമ്മൾ നേരെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. താഴത്തെ നിലയിൽ കയറി വരുന്ന ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടി, അതുപോലെ തന്നെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, കിച്ചണ്, വർക്ക് ഏരിയ. ഇനി സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഗ്രിപ്പുള്ള മോഡൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റെയർ കേസിലൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നടുവിൻ്റെയൊക്കെ ഏർപ്പാട് തീരും. അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രിപ്പുള്ള ടൈൽ മാത്രമേ സ്റ്റെയർ കേസിന് കൊടുക്കാൻ പാടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മുകളിലേക്ക് കയറി നേരെ ഇവിടെ ഫാമിലി ലിവിങ് ഏരിയയാണിത്. ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് ഈ സൈഡിൽ 2 ഡോറ്, അപ്പുറത്തെ സൈഡിൽ 2 ഡോറ് കാണുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഫാൻസി ലൈറ്റ്, നല്ലപോലെ കൊടുത്തിരിക്കുന്ന ഒരു ഫാൻസി ലൈറ്റ്. സ്റ്റെയർകേസിൻ്റെ ഒരു ഭംഗി ഒന്നും കൂടി ഒന്ന് എടുത്തു കാണിച്ചതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇവിടെ ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിയമങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് സ്ക്വയർ ഫീറ്റിൽ വന്നാലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് റൂഫ് വർക്ക് ചെയ്തേനെ. അപ്പോൾ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും തുണി അലക്കി ഉണങ്ങാനിടാനും ഇങ്ങനെയൊക്കെയുള്ള 100 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇതുകൊണ്ട് ഈ സൈഡിലും അതുപോലെ തന്നെ ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ 2 സൈഡും റൂഫ് ചെയ്തെടുത്താൽ നമുക്ക് അത്രയും സ്പേഷ്യസ് ആണ്. നമുക്ക് വീട്ടിൽ വേണ്ടാത്ത തടി കഷ്ണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഏരിയ ആണ് ഇവിടെ. ഇവിടെ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ്. മുകളിലത്തെ നിലയിലോട്ട് കയറിയിട്ട് ആദ്യത്തെ ബെഡ്റൂം. ജനൽപ്പാളികൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. വായുസഞ്ചാരം, ജീവിതത്തിൽ നല്ല ശുദ്ധവായു ശ്വസിക്കുക എന്നുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജനൽപ്പാളികളൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. ഇതാണ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ്. ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റുകളും പാർട്ടുണ്ട്. ആണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് മറ്റൊരു കാര്യം സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്ത് പറയേണ്ടത്. ക്വാളിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്ത് പറയേണ്ടത്. അപ്പോൾ എല്ലാ ടോയ്ലറ്റും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ അല്ല, നാട്ടിൽ ജീവിക്കുന്നവർ ഇപ്പോൾ ഈ ചിന്താഗതിയോടൊക്കെ ആയി തുടങ്ങി. കാരണം പാർട്ടീഷൻ ചെയ്യണം, ടോയ്ലറ്റൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരായി നാട്ടിൽ ജീവിക്കുന്നവരും. അപ്പോൾ എല്ലാവർക്കും വൃത്തി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഘടകം തന്നെയാണ്. കാരണം നമ്മുടെ രോഗങ്ങളൊക്കെ ഒന്നും അധികം ഉണ്ടാകാതിരിക്കാനും എല്ലാം നമ്മളെപ്പോഴും ടോയ്ലറ്റ്, കിച്ചണ്, നമ്മൾ കിടക്കുന്ന ബെഡ്റൂമുകളൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അത് അങ്ങനെയുള്ള നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഫാനുകളൊക്കെ ആണെങ്കിലും ഇലക്ട്രിക് ഫിറ്റിങ്സുകളെല്ലാം ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമും കൂടിയുണ്ട്. അപ്പോൾ നല്ലൊരു 2 നില വീട്, അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ കൂടുതൽ സ്ഥലത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് യഥാർത്ഥ മീനച്ചിൽ ഹോംസ് ഏതാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പലരും ന്യൂ മീനച്ചിൽ ഹോംസ് എന്നൊക്കെ പറഞ്ഞ് പലരും ചാനലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അവരോട് നമ്മൾ വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് അതൊക്കെ മാറ്റാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നത് ലീഗലി ശരിയല്ല. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ മീനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. ഇതുപോലെയുള്ള 100 കണക്കിന് ഭവനങ്ങൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തമാക്കാം. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനച്ചിൽ ഹോംസ് തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്, ബാങ്കുകളിൽ നിന്നാണ്. അപ്പോൾ ലോൺ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് ഞങ്ങളുടെ പരിചയങ്ങളും ബന്ധങ്ങളും വെച്ച് നിങ്ങൾക്ക് ഏറ്റവും സുഗമമായ രീതിയിൽ ലോൺ റെഡിയാക്കി തരിക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുക. അപ്പോൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിൻ്റെ ബെഡ്റൂമുകളുടെ എല്ലാം ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഇത് നല്ലൊരു ബാൽക്കണിയാണ്, കമൻറ്റ് ചെയ്യുവാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലവും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ സ്ഥലമായിട്ട് 20 സെൻറ്റ് സ്ഥലവും വീടും കൂടി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോ, നല്ല അടിപൊളി വീട് സ്വന്തമാക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.